റാണി മുഖർജി കമൽഹാസനെ കുറിച്ച് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ വലിയ വിവാദമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു കമൽഹാസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും. ഹേ റാം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ റാണി മുഖർജി ഒരു സ്റ്റൂളിൽ കയറി നിൽക്കുന്ന രംഗമുണ്ട്. റാണി മുഖർജിയും വസുന്ധരദാസുമായിരുന്നു ഈ സിനിമയിലെ പ്രമുഖരായ നടിമാർ. ഇപ്പോൾ സ്റ്റൂളിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന റാണി മുഖർജിയുടെ നിതംബത്തിൽ വളരെ പൊടുന്നനവെ കമൽഹാസൻ ശക്തമായിട്ട് കടിച്ചു. വേദന കൊണ്ട് പൊളയുകയും ഞെട്ടുകയും എത്രയും ആളുകളുടെ മുന്നിൽ അപഹാസ്യയായി നാണം കെട്ട റാണി മുഖർജി പെട്ടെന്ന് പരിഭ്രമത്താൽ ആ സ്റ്റൂളിൽ നിന്ന് താഴേക്ക് വീണു. അപ്പോൾ താഴേക്ക് തെന്നി വീണ റാണി മുഖർജിയെ കമൽഹാസൻ ഇങ്ങനെ ചാരി നിർത്തി. പക്ഷേ ഇത് വലിയൊരു വിവാദമായിട്ട് മാറി. മാത്രമല്ല ആ സിനിമയിൽ ഉടനീളം ലൈംഗികതയുടെ അതിപ്രസരം, ഇത്തരത്തിലുള്ള പല വിവാദപരമായ രംഗങ്ങളും ഉണ്ടായിരുന്നു താനും. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കമൽഹാസൻ ഒരു സ്ത്രീ ലംബടനാണ്, ഉലക നായകൻ എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും കമൽഹാസൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ സ്ത്രീകളുടെ എണ്ണം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോവും. കുറേ സ്ത്രീകളെ വിവാഹം കഴിക്കുക, മറ്റു ചില സ്ത്രീകളുടെ ഒപ്പം ദീർഘകാലം ലിവിങ് ടുഗദർ ബന്ധവുമായിട്ട് മുന്നോട്ട് പോവുക, അതോടൊപ്പം തന്നെ ഓരോ വർഷവും മകളുടെ വരെ പ്രായമുള്ള പെൺകുട്ടികളോടൊത്ത് ജീവിക്കുക. അപ്പോൾ നമുക്കറിയാം ആദ്യകാലങ്ങളിലെ കാർത്തിക എന്ന ആ നടിയുമായിട്ടുണ്ടായ ഒരു വിഷയം നമുക്കറിയാം. ഷൂട്ടിങ് ചിത്രീകരണത്തിനിടെ അവരെ കടന്നു പിടിച്ചു ചുംബിച്ചു. അവരെ ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ തള്ളി മാറ്റി. അപ്പോൾ ആളുകളുടെ ഇടയിൽ തന്നെ അത് കാർത്തിക പോലെ ഒരു ചെറിയ നടി, അത്ര പ്രശസ്തിയല്ലാത്ത നടി തന്നെ തള്ളി മാറ്റിയത് കമലിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഷൂട്ടിങ് പുരോഗമിക്ക് ഒരവസരം കിട്ടി. കമൽ അവരുടെ ചെകിട്ടത്ത് അവർക്ക് നല്ലതുപോലെ വേദനിക്കുന്ന രീതിയിൽ അടിച്ചു. സ്വാഭാവികമായിട്ട് ഇവർക്ക് പ്രതികരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും പോകെ ആ ഒരു സംഭവത്തോടെ അവർ പതിയെ സിനിമ അഭിനയം തന്നെ നിർത്തി. പിന്നീട് നമുക്കറിയാം ഓട്ടോ എന്ന ചിത്രത്തിലൊക്കെ അഭിനയിച്ച രേഖ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ തൻ്റെ കരിയറിൽ ഏറ്റവും അധികം നാണം കെട്ട ഒരു സംഭവമാണ് കമൽഹാസൻ തൻ്റെ ചുണ്ടിൽ കടിച്ചു പറിച്ചതെന്ന്. ചുംബിക്കുകയല്ല, അമർത്തി ചുംബിക്കുകയല്ല, ചുണ്ട് കടിച്ചു മുറിച്ചുവെന്ന്. രക്തം കിനിയുന്ന ചുണ്ടുകളുമായി താൻ പുറത്തിറങ്ങിയത് വല്ലാതെ നാണം കെട്ടിട്ടാണ് എന്ന തരത്തിലുള്ള പരാമർശമാണ് അവർ നടത്തിയതെന്നാണ് ചില ഗോസിപ്പ് കോളങ്ങളിലൊക്കെയും വന്ന വാർത്ത. അപ്പം അത്രമാത്രം ഒന്നും ഇല്ലെങ്കിലും കമൽഹാസനെ ഒരുപക്ഷെ സംവിധായകനെ ബാക്കി ആരും ഇവരോട് മുൻകൂട്ടി പറയാത്ത ഒരു രംഗം കയ്യിൽ നിന്നിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ ലിപ്ലോ രംഗങ്ങൾ, ഇതൊക്കെ കമൽഹാസൻ്റെ സ്ഥിരം പല്ലവിയാണ്. മാത്രമല്ല കമൽഹാസൻ്റെ ഒപ്പം അഭിനയിച്ചെങ്കിൽ മാത്രമേ പലപ്പോഴും തമിഴ് സിനിമയിൽ സ്ത്രീകൾക്ക് നടിമാർക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇയാൾ ഇത്ര വൃത്തികെട്ടവനാണ് എന്ന് അറിഞ്ഞെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് സിനിമാ നടിമാർ നിന്ന് കൊടുക്കേണ്ടതായിട്ടും വരുന്നത്. സമാനമായ അവസ്ഥയിലൂടെ അംബിക എന്ന നടിയും കടന്നു പോയതായിട്ട് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അതും അംബികയും ഇയാൾ കടന്നു പിടിച്ചു ചുംബിച്ചു. പിന്നീട് വന്നത് നമുക്കറിയാം മകളുടെ പ്രായമുള്ള അഭിരാമിയുമായിട്ടുള്ള ബന്ധം. അതോടുകൂടി അഭിരാമിയുടെ ആ കരിയർ വലിയ കുഴപ്പമില്ലാണ്ട് പൊയ്ക്കൊണ്ടിരുന്ന അവസാനിക്കാൻ തന്നെ കാരണം ഈ കമൽഹാസൻ്റെ ഒപ്പമുള്ള ഒരു ചിത്രത്തിൽ അഭിനയിച്ചതാണ്. വളരെ മോശമായ രീതിയിലുള്ള കുറേയേറെ രംഗങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവർ നിന്നു കൊടുത്തു. അപ്പോൾ ഈ നമ്മുടെ റാണി മുഖർജിയും പറഞ്ഞത് തന്നെയാണ്, ഇങ്ങനെ തൻ്റെ നിതംബത്തിൽ കണ്ടിക്കുന്ന ഒരു സീനൊന്നും സംവിധായകൻ മുൻകൂട്ടി പറഞ്ഞില്ല. ഷൂട്ടിങ് പുരോഗമിക്കുന്ന സ്റ്റൂളിൽ കയറി നിന്ന് ആ നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് കടിക്കുക, അതൊക്കെ നമ്മളൊക്കെ തന്നെ ഇമാജിൻ ചെയ്യാം. അങ്ങനെ ഒരു കാര്യം, പറയാത്ത ഒരു കാര്യം, അവരെ പോലെ വളരെ പ്രശസ്തിയായ ഒരു നടി. അപ്പോൾ സ്വാഭാവികമായിട്ടും കമൽഹാസൻ്റെ കാമപ്രാന്തും ലൈംഗിക വൈകൃതങ്ങളുമൊക്കെ എത്ര പേരുണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്ന ഒരു പക്ഷേ തൻ്റെ പുരുഷത്തിൻ്റെ പ്രകടനമായിട്ടോ ഇല്ലെങ്കിൽ തൻ്റെ ആണത്തം ആളുകളെ അറിയിക്കാനുള്ള ഒരു വേദിയൊക്കെ ആയിട്ടാണോ ഇയാളെ പോലെയുള്ള ഒരു വൃത്തികെട്ടവനെ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് സ്ത്രീകൾ, കമൽഹാസൻ, ഗൗതമി നമുക്കറിയാം കുറേ കാലം കമൽഹാസൻ്റെ ഒപ്പം ജീവിച്ചു, അവസാനം അവർ വിട്ടേച്ചു. അപ്പോൾ പലപ്പോഴും ഈ ഷൂട്ടിങ്ങിനിടയിൽ കമൽഹാസന് നടിമാരെയൊക്കെ ഞെക്കിപ്പിഴിയുക ഇല്ലെങ്കിൽ ചോരയൂറ്റി കുടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് ലിപ് ലോക്ക് രംഗങ്ങളിലൂടെ നടിമാരുടെയൊക്കെ രക്തമൂറ്റി കുടിക്കുകയും
അവരെ എല്ലാം വികാരപരവശരാക്കുകയും വികാരത്തിൻ്റെതായ മറ്റൊരു തലത്തിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കമലഹാസൻ. അപ്പോൾ അയാളുടെ ട്രേഡ് സീക്രട്ട് എന്ന് പറയുന്നത് തന്നെ സിനിമയിൽ നടിമാരെ എങ്ങനെയെങ്കിലും ഒന്ന് ചുംബിക്കുക എന്നുള്ളതാണ്. അപ്പം അയാൾക്കറിയാൻ ചുംബനത്തിലൂടെ ഏത് നടിമാരെയും തനിക്ക് വീഴ്ചെടുക്കാൻ കഴിയുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം തന്നെയാണ്. അപ്പം എന്തായാലും റാണി മുഖർജി കമലഹാസനോട് താല്പര്യമില്ലെന്നും അയാളോട് ഈ ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തി തന്നെ അധിക്ഷേപിച്ചതിന് തുല്യമാണെന്നും അതുകൊണ്ട് തന്നെ കമലഹാസൻ്റെ ഒപ്പം ഇനി ഒരു സിനിമയ്ക്ക് സഹകരിക്കാൻ തന്നെ ആഗ്രഹിക്കത്തില്ല എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് തുറന്ന പറച്ചിലുകൾ അവർ നടത്തിയിട്ടുണ്ട്. കമലഹാസനെ അവർക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പരമപുച്ഛത്തോടെയാണ് ഇയാൾ കാണുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇതിൽ അഭിനയിച്ച വസുന്ധര ദാസിൻ്റെ ആദ്യത്തെ ഒരു നായിക പദവിയൊക്കെ അഭിനയിക്കുന്ന ആ രംഗങ്ങളിലും വസുന്ധര ദാസിൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ച് അതിന് ചുണ്ടുകളൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന തരത്തിലുള്ള കുറേ രംഗങ്ങളൊക്കെ ആ ചിത്രത്തിലുണ്ട്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും പേരിനോട് യാതൊരു നീതിയും പുലർത്താത്ത ഒരു ചിത്രമായിരുന്നു. ലൈംഗികതയുടെ ഒരുപാട് അതിപ്രസരമുള്ള ചിത്രമായിരുന്നു. അപ്പം കമൽഹാസൻ എന്ന വ്യക്തിയുടെ സിനിമ ജീവിതം എന്ത് തന്നെയാണെങ്കിലും അയാളുടെ പേഴ്സണൽ ലൈഫ് വളരെ മോശമായത് ഇങ്ങനെയാണ്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം, കമൽഹാസൻ്റെ മകള് സിനിമയിൽ വരികയും തൻ്റെ പിതാവ് മറ്റുള്ളവരോട് ചെയ്തത് എന്തോ ആ സമാനമായ അവസ്ഥയിലൂടെയാണ് പലപ്പോഴും ഇപ്പോൾ കമലഹാസൻ്റെ മകളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ പെണ്ണിപ്പോൾ അനുഭവിക്കുന്ന അപ്പൻ മറ്റു പല പെൺകുട്ടികളോടും ചെയ്തത് എന്തോ അതുതന്നെയാണ് കമലഹാസൻ്റെ മകളോട് സിനിമയിലുള്ള പല നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയൊരു വാർത്ത. പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.